ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ബയോളജിയിൽ നിന്നുള്ള 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 1 മുതൽ 3 വരെയുള്ള SCERT ബയോളജി ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും ന്യൂ സിലബസ് പ്രകാരമുള്ള SCERT നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് അകറ്റി നിർത്താം രോഗങ്ങളെ. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. അപ്പോൾ നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതി, സമ്പൂർണ്ണമായ സുസ്ഥിതിയാണ് എന്ത്? ആരോഗ്യം എന്ന് പറയുന്നത്. രോഗങ്ങൾ പകരുന്ന വിധം. രോഗങ്ങൾ പലതരത്തിൽ രോഗങ്ങൾ എന്ത് ചെയ്യാം? പകരാം. അത് ഏത് മാർഗങ്ങളിലൂടെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് സ്പർശനം, മലിനമായ ആഹാരവും ജലവും, ചുമ, തുമ്മൽ, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ, വാഹകരായ ജന്തുക്കൾ, വസ്ത്രം എന്നിവയിലൂടെ ഒക്കെ രോഗങ്ങൾ പകരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്ടീരിയ രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങളിൽ ആദ്യം നമ്മൾ പറയുന്നത് ബാക്ടീരിയ രോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. അപ്പോൾ ബാക്ടീരിയ രോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ടാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് എലിപ്പനി. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. എലിപ്പനിക്ക് കാരണമായ ആ ബാക്ടീരിയ ഏതാണ് എന്ന് ചോദിച്ചാൽ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എന്തിന് കാരണം? എലിപ്പനിക്ക് കാരണം. ലെപ്റ്റോസ്പൈറ. എലികളിലൂടെയും നായ്ക്കളിലൂടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ബാക്ടീരിയ പുറത്തെത്തുന്നത്? എലികളിലൂടെയും അതുപോലെ നായ്ക്കളിലൂടെയും മറ്റ് ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയ പുറത്തെത്തുകയും അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അതുപോലെ ഈർപ്പത്തിൽ ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും അത് ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബാക്ടീരിയകൾ നമ്മുടെ മുറിവിലൂടെ എങ്ങോട്ടാണ്? ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ബാക്ടീരിയകൾ ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ അതെന്ത് ചെയ്യും? പെരുകുന്നു. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ദ്വിവിഭജനത്തിലൂടെ അത് പെരുകുന്നു. ഇവ രക്തലോമികകളിൽ, അതായത് ഈ ബാക്ടീരിയ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? നമ്മുടെ രക്തലോമികകളെ തകരാറിലാക്കി ആന്തരിക രക്തസ്രാവത്തിന് കാരണമാക്കുന്നു. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ ഏതിൻ്റെയാണ്? എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ്. അപ്പോൾ എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറയണം? ശക്തമായ പനി ഉണ്ടാകും, അതുപോലെ തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം. ഇതൊക്കെയാണ് എന്ത്? എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. ഇനി അടുത്ത രണ്ടാമത്തെ ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്തീരിയയും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്.
ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നുകിൽ ചുമ, തുമ്മൽ എന്നിവയിലൂടെ പകരും, അല്ലെങ്കിൽ നമുക്ക് രോഗബാധിതരായ ഒരാളുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യും, മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള് എന്ന് പറയുന്നത്. ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ അല്ലെങ്കിൽ രോഗകാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ ആണ് ഈ തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ എന്ന് പറയുന്നത്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ, അതാണ് നമ്മുടെ ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ. നമ്മൾ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതെന്ന് പഠിച്ചു? ലെപ്റ്റോസ്പൈറയാണ് നമ്മുടെ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ എങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? അതെ, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഡിഫ്തീരിയയ്ക്ക് കാരണം. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. അപ്പോൾ ഡിഫ്തീരിയ ബാധിക്കുന്നത് ഏതൊക്കെ ശരീരഭാഗങ്ങളെയാണ്? നമ്മുടെ മൂക്ക്, അതുപോലെ തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംബ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെന്തൊക്കെ ചെയ്യാം? ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ എന്ത് ചെയ്യുന്നു? പനി, അതുപോലെ തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ഡിഫ്തീരിയക്കെതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് വാക്സിനാണ്. അപ്പോൾ ഡിഫ്തീരിയ ഉണ്ടെങ്കിൽ ആ ആളിന് എന്ത് പ്രതിവിധിയാണ്? വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഡിഫ്തീരിയക്കെതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗമാണ് വാക്സിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത രോഗമാണ്, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് ക്ഷയം എന്ന് പറയുന്നത്. ക്ഷയത്തിൻ്റെ രോഗകാരി മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കലോസിസ് ആണ്. അപ്പോൾ ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കലോസിസ്. അപ്പോൾ അതാണ് കാരണം? ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ. ഇനി ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ക്ഷയരോഗം എന്ന് പറയുന്നത് ശരീരത്തിലെ ഭാരക്കുറവ് അനുഭവപ്പെടുക, അതുപോലെ ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയാണ് എന്തിൻ്റെ മുഖ്യ ലക്ഷണം? നമ്മുടെ ക്ഷയരോഗത്തിൻ്റെ മുഖ്യ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടും, അതുപോലെ ക്ഷീണമുണ്ടാകും, പിന്നെന്താണ്? സ്ഥിരമായ ചുമ എന്നിവ ക്ഷയരോഗത്തിൻ്റെ കാരണങ്ങളാണ്. ഇനി ഈ രോഗം പകരുന്നത് എങ്ങനെയാണ്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ ക്ഷയരോഗമുള്ള ഒരാൾ സംസാരിച്ചാലോ അല്ലെങ്കിൽ അയാൾ തുമ്മിയാലോ അയാൾ ചുമച്ചാലോ ആ രോഗാണുക്കൾ വായുവിലേക്ക് പകരും. അങ്ങനെ വായുവിലൂടെ എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്കും പകരുന്നു. രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തെയാണ്? നമ്മുടെ ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുന്നത്. എന്നാൽ എവിടെയൊക്കെയാണ്? വൃക്കകൾ, അതുപോലെ അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം എന്ത് ചെയ്യാറുണ്ട്? ബാധിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ചികിത്സ, ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ഏത് ചികിത്സയാണ് നൽകേണ്ടത്? ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ നൽകേണ്ടത്. ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ ക്ഷയരോഗം മാറുകയുള്ളൂ. ഇനി ക്ഷയരോഗത്തിനുള്ള വാക്സിൻ, ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. അപ്പോൾ BCG എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ. അതേതാണ്? BCG ആണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വൈറസ് രോഗങ്ങളെക്കുറിച്ചാണ്. വൈറസിനെ കുറിച്ചാണ് പറയുന്നത്. വൈറസിൻ്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിനുള്ളത്. അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഈ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA
എന്താണ് തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് എന്തെന്ന് പറയുന്നത്? വൈറസ്. സാധാരണ ജീവകോശങ്ങളിൽ നിന്നും വൈറസുകൾക്കുള്ള പ്രധാന പ്രത്യേകത എന്താണ്? വൈറസുകൾക്ക് കോശാംഗങ്ങൾ ഇല്ല എന്നതാണ് സാധാരണ ജീവകോശങ്ങളിൽ നിന്നും വൈറസുകൾക്കുള്ള പ്രധാന പ്രത്യേകത. അപ്പോൾ വൈറസുകളിൽ എന്തില്ല? കോശാംഗങ്ങൾ ഇല്ല. അത് വൈറസുകൾക്കുള്ള പ്രത്യേകതയാണ്. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. അപ്പോൾ വൈറസുകൾ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? വൈറസുകൾ പെരുകുന്നത്. ഇനി നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ പറയുന്നു നിപ്പ എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ് നിപ്പ എന്ന് പറയുന്നത് വൈറസ് രോഗമാണ്, നിപ്പ രോഗം. ഇനി നിപ്പ വൈറസ് പകരുന്ന രീതികളാണ് നമ്മൾ നോക്കുന്നത്. നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളിലൂടെ നിപ്പ രോഗം പകരും. അപ്പോൾ നിപ്പ വൈറസ് വാഹകരായ എന്താണ് പഴങ്ങളൊക്കെ കഴിക്കുന്ന പക്ഷികളിലൂടെ ഇതെന്ത് ചെയ്യാം? പകരാം. അതുപോലെ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ കഴിക്കുന്നതിലൂടെയും ഈ രോഗം പകരാം. വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങൾ എന്ത് ചെയ്യുന്നു? കഴിച്ചാൽ അത് ഈ രോഗം പകരും. വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം എന്നിവയിലൂടെയും എന്ത് ചെയ്യും? ഈ രോഗം പകരും. അതുപോലെ വവ്വാലിൻ്റെ മൂത്രം, ഉമിനീര് എന്നിവയിലൂടെയും പിന്നെന്താണ്? പന്നികളിലൂടെയും നിപ്പ രോഗം പകരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ, അതുപോലെ വവ്വാൽ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്, വവ്വാലിൻ്റെ ഉമിനീര്, മൂത്രം എന്നിവയിൽ നിന്ന്, പന്നികളിലൂടെയും ഒക്കെ പകരുന്നൊരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നിപ്പ വൈറസ് രോഗം എന്ന് പറയുന്നത്. അടുത്ത് മറ്റൊരു വൈറസ് രോഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് എയ്ഡ്സ് രോഗം. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു വൈറസ് മൂലമുള്ള രോഗമാണ്. അപ്പോൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു. അപ്പോൾ എയ്ഡ്സ് വൈറസ് പെരുകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സ് വൈറസ് എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. തന്മൂലം നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യും? തകരാറിലാകും. അപ്പോൾ എയ്ഡ്സ് പരത്തുന്ന വൈറസുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? വൈറസ് പെരുകുന്നു. ഇങ്ങനെ വൈറസ് പെരുകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുകയും അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയും എന്ത് ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കൾ എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ മറ്റുള്ള എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈ രോഗാവസ്ഥകൾ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയെ, ഈ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയെ മാരകമാക്കുകയും ചെയ്യും. എയ്ഡ്സ് പകരുന്ന വിധമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഈ രോഗം പകരാം. അപ്പോൾ HIV ഉള്ള ആരെങ്കിലുമായിട്ട് ലൈംഗിക ബന്ധം നടത്തിയാൽ എന്ത് ചെയ്യും? രോഗം പകരും. HIV ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരാം. അപ്പോൾ അമ്മയ്ക്ക് HIV ഉണ്ടെങ്കിൽ അത് ആരിലേക്ക് ബാധിക്കാം? ഈ ശിശുവിലേക്ക് വരും. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെയും രോഗം വരാം. അപ്പോൾ HIV ഘടകങ്ങളുള്ള സൂചി, അതുപോലെ സിറിഞ്ച്, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇത് HIV വരും. ഇനി HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും എയ്ഡ്സ് രോഗം എന്ത് ചെയ്യാം? പകരാം. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ എയ്ഡ്സ് രോഗത്ത് എങ്ങനെയൊക്കെ പകരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പകരില്ല, എങ്ങനെയൊക്കെ ഇത് പകരില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് എയ്ഡ്സ് രോഗം പകരാതിരിക്കുന്നത്? സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ ഈ രോഗം പകരില്ല. അപ്പോൾ നമ്മൾ ഒരാളെ തൊട്ടെന്നാൽ, ഒരാളുമായിട്ട് ഹസ്തദാനം ചെയ്താൽ, ചുമച്ചാൽ, തുമ്മൽ എന്നിവയിലൂടെ
ഏത് രോഗം പകരില്ല? നമ്മുടെ എയ്ഡ്സ് രോഗം പകരില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ ഇത് പകരില്ല. അപ്പോൾ എയ്ഡ്സ് രോഗിയായ ഒരാളെ കടിച്ച കൊതുകോ ഈച്ചയോ നമ്മളെ വന്ന് പിന്തുടരുകയോ കടിക്കുകയോ ചെയ്താലും എന്ത് ചെയ്തില്ല? ഈ രോഗം പകരില്ല. ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെയും ഈ രോഗം പകരില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു, എയ്ഡ്സ് രോഗികളുടെ ഒപ്പം നമ്മൾ താമസിക്കുന്നു, അങ്ങനെയൊക്കെ താമസിച്ചാൽ എന്ത് ചെയ്യത്തില്ല? അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതിലൂടെയും ആഹാരം പങ്കിടുന്നതിലൂടെയും രോഗം പകരില്ല. ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ എന്ത് ചെയ്യത്തില്ല? രോഗം പകരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെയൊന്നും എയ്ഡ്സ് രോഗം എന്ത് ചെയ്യില്ല? പകരില്ല. അടുത്ത് നമ്മൾ പറയുന്നത് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം എന്താണ്? കരളിനുണ്ടാകുന്ന വീക്കം. നമ്മുടെ കരളിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കരളിന് വീക്കമുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ കരളിന് വീക്കമുണ്ടാക്കുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലായതിനാൽ ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും കാണുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിൻ്റെ ബാഹ്യ ലക്ഷണം. അപ്പോൾ നമ്മുടെ ഒരാൾ ഹെപ്പറ്റൈറ്റിസ് രോഗിയാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ ശ്ലേഷ്മസ്തരത്തിൽ അതുപോലെ കണ്ണിൻ്റെ വെള്ളയിൽ, നഖത്തിൽ, ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും? കടും മഞ്ഞ നിറം കാണുന്നു. അതാണ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം എന്ന് പറയുന്നത്. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു. അപ്പോൾ മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയും എന്ത് ചെയ്യുന്നു? രോഗം ബാധിക്കുന്നു. ഈ രോഗം വ്യാപിക്കുന്നു. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയും വൈറസ് രോഗങ്ങളാണ്. കൊതുകുകൾ വഴിയാണ് ഈ രോഗങ്ങൾ പകരുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? നമ്മൾ വൈറസ് രോഗങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെങ്കിപ്പനി, അതുപോലെ ചിക്കൻ ഗുനിയ ഇവയൊക്കെ എങ്ങനെയുള്ള രോഗങ്ങളാണ്? ഇവയൊക്കെ വൈറസ് രോഗങ്ങളാണ്. കൊതുകുകളാണ് ഈ രോഗങ്ങൾ എന്ത് ചെയ്യുന്നത്? പരത്തുന്നത്. അടുത്തതായി നമ്മൾ പറയുന്നത് വൈറസ് രോഗങ്ങൾ പറഞ്ഞു, ബാക്ടീരിയ രോഗങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഫംഗസ് രോഗങ്ങളെക്കുറിച്ചാണ്. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫംഗസുകൾ എന്ന് പറയുന്നത്. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. രോഗകാരികളായ ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. അപ്പോൾ ഫംഗസ് രോഗത്തിനും കാരണം എന്താണ്? രോഗകാരികളായ ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് എന്തിന് കാരണം? ഈ ഫംഗസ് രോഗങ്ങൾക്ക് കാരണം. ഒരു ഫംഗസ് ബാധയാണ് താരൻ എന്ന് പറയുന്നത്. നമ്മുടെ തലയിൽ കാണപ്പെടുന്ന താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് രോഗമാണ്. അതുപോലെ തന്നെ വട്ടച്ചൊറി എന്ന് പറയുന്നതും ഒരു ഫംഗസ് രോഗമാണ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് രോഗമാണെന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് വട്ടച്ചൊറിയെക്കുറിച്ചാണ്. വട്ടച്ചൊറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗസ് രോഗമാണ്. ചിലയിനം ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി. അപ്പോൾ വട്ടച്ചൊറി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലയിനം ഫംഗസുകൾ നമ്മുടെ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. അപ്പോൾ വട്ടച്ചൊറി എങ്ങനെയാണ്? വട്ടത്തിലുള്ള, ഇവിടെ തന്നിട്ടുണ്ട്, ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷപ്പെടുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും ഈ രോഗം പകരുന്നു. അപ്പോൾ നമ്മുടെ വട്ടച്ചൊറി എങ്ങനെയാണ്? സ്പർശനത്തിലൂടെയും പകരും, അതുപോലെ സമ്പർക്കത്തിലൂടെയും ഒക്കെ പകരുന്ന ഒരു രോഗമാണ് വട്ടച്ചൊറി. അപ്പോൾ വട്ടച്ചൊറിയും അത്ലറ്റ് ഫുഡ്സും ഒക്കെ എങ്ങനെയാണ്? ഫംഗസ് രോഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഈ അത്ലറ്റ്സ് ഫുഡ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ് ഫുട്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് അത്ലറ്റ് ഫുട്ട്. അപ്പോൾ എങ്ങനെയാണ്? കാൽവിരലുകൾക്കിടയിലും കാൽപാദങ്ങളിലും എന്ത് ചെയ്യുന്നു? ഫംഗസ് മൂലം
ഉണ്ടാകുന്ന രോഗമാണ് ഏത് നമ്മുടെ അത്ലറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. ചൊറിച്ചിലുണ്ടാകുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം. അപ്പോൾ ഈ അത്ലറ്റ് ഫുട്ടിന് പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് അത്ലറ്റ് ഫുട്ടിൻ്റെ മുഖ്യ ലക്ഷണം എന്ന് പറയുന്നത്. മലിനജലമോ മണ്ണുമായോ ഉള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? മലിനജലമോ മണ്ണുമായോ ഉള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെ എന്ത് ചെയ്യും? ഈ രോഗം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. അടുത്ത നമ്മൾ പറയുന്നത് പ്രോട്ടോസോവ രോഗങ്ങളാണ്. പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നു. ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ ഏകകോശ യൂക്യാരിയോട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോസോവ എന്ന് പറയുന്നത്. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം ചോദിച്ചാൽ നമ്മൾ പറയണം മലമ്പനി എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവ രോഗമാണ്. മലമ്പനി പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമാണ്. അടുത്ത് മലമ്പനിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രോട്ടോസോവ പരത്തുന്ന ഒരു രോഗമാണ് മലമ്പനി. മലമ്പനിക്കുള്ള രോഗകാരി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയമാണ്. അപ്പോൾ മലമ്പനിയുടെ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയമാണ് മലമ്പനിയുടെ രോഗകാരി എന്ന് പറയുന്നത്. ഇനി മലമ്പനിയുടെ വാഹകർ ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. മലമ്പനിയുടെ വാഹകർ ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. അപ്പോൾ അനോഫിലസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ കൊതുകുകൾ വന്ന് കടിച്ചാൽ ഇങ്ങനെ അനക്കമില്ലാതെയല്ലേ നമ്മളെ വന്നിരുന്ന് കടിക്കുന്നത്. അപ്പോൾ അനോഫിലസ് അനങ്ങാതെ വന്ന് കടിച്ചിട്ട് പോകുന്നു ആലോചിക്കുക. അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് ചെയ്യുന്നത്? പ്ലാസ്മോഡിയം പരത്തുന്ന വാഹകരെന്ന് പറയുന്നത്. ഇനി അവരുടെ ആരിലാണ് ഈ രോഗം പകരുന്നത്? മലമ്പനി പകരുന്നത് ആരിലാണ്? മനുഷ്യരിലാണ് മലമ്പനി പകരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് മലമ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ്, തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയാണ് മലമ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലമ്പനിയുടെ ലക്ഷണങ്ങൾ എന്താണ്? നമ്മൾ പനിച്ച് വിറയ്ക്കും, വിറയലോട് കൂടിയ പനിയായിരിക്കും, അമിതമായ വിയർപ്പുണ്ടാവും, അതുപോലെ തലവേദന കൂടുതലായിരിക്കും, ഛർദി ഉണ്ടാവും, പിന്നെയോ വയറിളക്കവും ഛർദിയും, പിന്നെ വിളർച്ച എന്നിവയാണ് നമ്മുടെ മലമ്പനി എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അടുത്ത രോഗമാണ് മന്ത് രോഗം എന്ന് പറയുന്നത്. മന്ത് രോഗത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടോസോവ രോഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോസോവ രോഗങ്ങളിൽ ഒന്നാമത്തെ രോഗം നമ്മൾ പഠിച്ചു മലമ്പനി. രണ്ടാമത്തെ രോഗം ഏതാണ്? രണ്ടാമത്തെ രോഗമാണ് മന്ത് രോഗം. മന്ത് എന്ന് പറയുന്നതും ഒരു പ്രോട്ടോസോവ രോഗമാണ്. മന്ത് രോഗം പരത്തുന്ന വിരകളാണ് ഫൈലേറിയൽ വിരകൾ എന്ന് പറയുന്നത്. ഫൈലേറിയൽ വിരകളാണ് ഏത് രോഗം പരത്തുന്നത്? മന്ത് രോഗം പരത്തുന്ന വിരകൾ. ഒരുതരം വിരകളാണ് എന്ത് ചെയ്യുന്നത്? മന്ത്രോഗം പരത്തുന്നത്. മന്ത്രോഗം പരത്തുന്ന വിരകൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? അത് ഫൈലേറിയൽ വിരകളാണ് മന്ത്രോഗം പരത്തുന്നത്. ഇനി മന്ത്രോഗം പരത്തുന്ന കൊതുകുകൾ ഏതെന്ന് ഒരുപാട് തവണ PSC ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. മന്ത്രോഗം പരത്തുന്ന കൊതുകുകൾ ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. അപ്പോൾ മന്ത്രോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത്രോഗം പരത്തുന്നത്. ലിംഫ് വാഹകരിൽ വിരകൾ എന്ത് ചെയ്യുന്നു? ഈ ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടയപ്പെടുന്നു. ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ രോഗമുണ്ടാകുന്നത്. അപ്പോൾ ലിംഫ് വാഹികളിൽ എന്ത് ചെയ്യുന്നു? ഈ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടയപ്പെടുന്നു. അപ്പോൾ ഇതുമൂലം എന്ത് ചെയ്യുന്നു? ലിംഫ് വാഹികൾ വീങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മന്ത്രോഗം വരുന്നവരുടെ കാല് കണ്ടിട്ടുണ്ടല്ലോ, നല്ല വീങ്ങിയാണ് വരുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഈ ലിംഫ് വാഹികളിലെ വിരകൾ തങ്ങി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ലിംഫിൻ്റെ പ്രവാഹം തടയപ്പെടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്?
ഇവിടെ ലിംഫ് വാഹികൾ വീങ്ങുന്നത്. അങ്ങനെയാണ് ഈ മന്ത് വലിയ ഓരോരുത്തർ മന്ത് വരുന്നവരുടെ കാലിങ്ങനെ വീങ്ങി വരുന്നത്. ഇനി മന്ത് എന്താണ്, പകരാത്ത രോഗങ്ങളാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. പകരാത്ത രോഗങ്ങൾ. അപ്പോൾ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? പകരാത്ത രോഗങ്ങളിൽ വരുന്നതാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തതയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ, ഇവയൊക്കെ പകരാത്ത രോഗങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ എന്തൊക്കെയാണ്? ഡയബറ്റിസ്, പിന്നെ അതുപോലെ ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള ഹൃദ്രോഗങ്ങൾ, ഇതൊന്നും എന്ത് ചെയ്യില്ല, പകരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവയൊക്കെയാണ് നമ്മൾ ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളും പകരത്തില്ല. പിന്നെ തൊഴിൽജന്യ രോഗങ്ങൾ, അതുപോലെ ജനിതകപരമായിട്ടുള്ള രോഗങ്ങളൊന്നും പകരാത്ത രോഗങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? തൊഴിൽജന്യ രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് തൊഴിൽജന്യ രോഗങ്ങൾ. അപ്പോൾ തൊഴിലിടങ്ങളിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള രോഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്? തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോണിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കൽക്കരി ഖനിയിലെ ആർക്കാണ്? തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണ്? അതാണ് ന്യൂമോണിയാസിസ്. കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്നവർക്ക് ന്യൂമോണിയാസിസ് ഉണ്ടാകുമെന്ന് ആലോചിക്കുക. സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? സ്വർണ്ണപ്പണിക്കാരെ, അതുപോലെ ടിന്ന്, അതുപോലെ മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും, പിന്നെ കോറി, മൺപാത്രം, സിറാമിക്സ് നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ ഇവരെല്ലാം ബാധിക്കുന്ന രോഗം ഏതാണ്? അതാണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ ടിന്ന് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക, അല്ലെങ്കിൽ ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിക്കാം. അതുപോലെ പിന്നെ കോറിയിൽ പണിയെടുക്കുന്നവർക്കുള്ള രോഗങ്ങൾ എന്താണെന്ന് ചോദിക്കാം. ഇതൊക്കെ എന്താണ്? സിലിക്കോസിസ് ആണ്. അടുത്ത നമ്മൾ പറയുന്നത് ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളി എടുക്കുന്ന ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു രോഗമാണ് എന്ത്? ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഹീമോഫീലിയയാണ്. ഹീമോഫീലിയ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. അപ്പോൾ ചെറിയ മുറിവായാൽ പോലും അതിൽ നിന്ന് എന്തുണ്ടാകും? അവിടെ രക്തം കട്ട പിടിക്കത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഉള്ള രോഗാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തം നഷ്ടമുണ്ടാകുന്ന പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ആ രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ആസ്ബറ്റോസിസും അതുപോലെ സിലിക്കോസിസും അതൊക്കെ എന്താണ്? തൊഴിൽജന്യ രോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ്. ഇതിന് പൂർണ്ണമായ ചികിത്സയില്ല, പരിപൂർണ ചികിത്സ ഇതുവരെ നിലവിലില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് താൽക്കാലിക ശമനം ഉണ്ടാകുന്നത് ഈ രോഗത്തിന്?
പ്രോട്ടീൻ കണ്ടെത്തും. അതായത് ഉൽപ്പാദനം തകരാറിലായ പ്രോട്ടീനുണ്ട്, അതായത് ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തിന് അതിൻ്റെ ഉൽപ്പാദനം തകരാറിലാക്കുന്നൊരു പ്രോട്ടീനുണ്ട്, അതിനെ കണ്ടെത്തി അത് കുത്തിവച്ചാണ് എന്ത് ചെയ്യുന്നത്, രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അരിവാൾ രോഗമെന്ന് പറയും, സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ എന്താണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗമെന്ന് പറഞ്ഞാൽ, അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അരുണരക്താണുക്കൾ എങ്ങനെ വളയും, അരിവാൾ പോലെ എന്ത് ചെയ്യുന്നു, വളയുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. അപ്പോൾ ഈ അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി എന്ത് ചെയ്യും, കുറയുകയും അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് പ്രത്യേക പ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയും. പിന്നെന്താണ്, അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് പുകവലിയും അതിൻ്റെ ദൂഷ്യഫലങ്ങളുമാണ്. അപ്പോൾ പുകവലിയും അതിൻ്റെ ദൂഷ്യഫലങ്ങളും എന്തൊക്കെയാണ്, പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം. അപ്പോൾ പക്ഷാഘാതം ഉണ്ടാകാറുണ്ട്, നിക്കോട്ടിനോട് വിധേയത്വമാകും, ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകും, ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും, എംഫിസീമ ഉണ്ടാകും, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നു. അതുപോലെ ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. ധമനികളിലെ ഇലാസ്തികത എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. പ്രവർത്തനക്ഷമത കുറയുന്നു. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്, നമ്മുടെ പുകവലിയുടെ ദൂഷ്യഫലങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നാം എപ്പോഴും കേൾക്കുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രോഗങ്ങളും അതുപോലെ അതിനുള്ള കാരണങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് പ്രമേഹം, ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അപ്പോൾ പ്രമേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകാം, അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം കൊണ്ടുണ്ടാകാം. രണ്ടാമത് ഫാറ്റി ലിവർ, കരളിൽ വെച്ച് കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്ന ഒരു രോഗമാണ് എന്ത്, ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നമ്മുടെ കരളിൽ എന്ത് ചെയ്യുന്നു, കൊഴുപ്പെല്ലാം കൂടി അടിഞ്ഞുകൂടിയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖമുണ്ടാകുന്നത്. അടുത്തെന്താണ്, പക്ഷാഘാതം. അപ്പോൾ പക്ഷാഘാതം എങ്ങനെയാണ്, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രക്തപ്രവാഹം എന്ത് ചെയ്യും, തടസ്സപ്പെടുന്നു. അപ്പോൾ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, പിന്നെന്താണ്, അല്ലെങ്കിൽ രക്തപ്രവാഹം എന്ത് ചെയ്യുന്നു, തടസ്സപ്പെടുന്നു. അമിത രക്തസ്രാവം, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. അപ്പോൾ അമിതമായ രക്തസമ്മർദ്ദത്തിന് കാരണം എന്താണ്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് രക്തസമ്മർദ്ദത്തിന് കാരണം, രക്തപ്രവാഹം അപ്പോൾ അമിത രക്തസമ്മർദ്ദത്തിന് കാരണം എന്താണ്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയും. ഇനി നമ്മൾ പറയുന്നത് ഹൃദയാഘാതത്തെക്കുറിച്ചാണ്. ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് കൊറോണറി ധമനികളാണ്. ഈ കൊറോണറി ധമനികളിൽ എന്ത് ചെയ്യുന്നു, കൊഴുപ്പടിഞ്ഞിട്ട് നമ്മുടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ക്യാൻസറാണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്, അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ എന്ത് ചെയ്യുന്നു, പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് എന്ന് പറയുന്നത് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്.
എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാകാം? പരിസ്ഥിതി ഘടകങ്ങൾ വരാം, അതുപോലെ പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ എന്നിവയിലൂടെ എന്തുണ്ടാകാം? ക്യാൻസർ ഉണ്ടാകാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ പരിസ്ഥിതി ഘടകങ്ങൾ, അതുപോലെ പുകവലി, പിന്നെന്താ വികിരണം, വൈറസ്, പാരമ്പര്യ ഇത് ഘടകങ്ങളും എന്തിന് കാരണമാകും? നമ്മുടെ ക്യാൻസറിന് കാരണമാകും. രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാകുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ രക്തം, അതുപോലെ ലിംഫ് എന്നിവയിലൂടെയാണ് എന്ത് ബാധിക്കുന്നത്? നമ്മുടെ ശരീരദ്രവങ്ങളിലേക്ക് ക്യാൻസർ കോശങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രോഗാവസ്ഥയൊക്കെ സങ്കീർണമാകുന്നു. ശസ്ത്രക്രിയ, ചികിത്സ, വികിരണ ചികിത്സ എന്നിവ പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ രോഗം മാറാൻ വേണ്ടിയിട്ട് ഒന്നിൽ നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാം, അല്ലെങ്കിൽ രാസചികിത്സയിലൂടെ മാറ്റാം, അല്ലെങ്കിൽ വികിരണ ചികിത്സ എന്നിവയിലൂടെയൊക്കെ രോഗം മാറ്റാവുന്നതാണ്. ഇനി രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗമുക്തി പ്രയാസമായതിനാൽ ഏറ്റവും നേരത്തെ രോഗാവസ്ഥ തിരിച്ചറിയുക എന്നതാണ് ക്യാൻസർ ചികിത്സയിൽ നിർണായകമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രോഗം മൂർച്ഛിച്ച അവസ്ഥയിലെ രോഗമുക്തി എന്ത് ചെയ്യും? പ്രയാസമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ക്യാൻസർ വന്നത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നത് വളരെ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ എന്ത് ചെയ്യണം? രോഗബാധ തിരിച്ചറിഞ്ഞ് ഈ ക്യാൻസർ ചികിത്സയിൽ പ്രധാന ഭാഗമെന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ രോഗം തിരിച്ചറിയുക, അതോടെ ചികിത്സ ചെയ്യുക. ക്യാൻസർ ജനിതക രോഗമാണ് എങ്കിലും പാരമ്പര്യ രോഗമായി പരിഗണിക്കുന്നില്ല. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു പാരമ്പര്യ രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അത് ഒരു ജനിതക രോഗമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അതാണ് ഉയർന്ന രക്തസമ്മർദ്ദം. അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പറയുന്ന പേരാണ് നിശബ്ദ കൊലയാളി. ഉയർന്ന രക്തസമ്മർദ്ദമാണ് നിശബ്ദ കൊലയാളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതുപോലെ മനുഷ്യനിലെ രോഗങ്ങൾ പോലെ തന്നെ സസ്യങ്ങളിലും രോഗങ്ങളുമുണ്ട്, രോഗകാരികളുമുണ്ട്. അപ്പോൾ സസ്യങ്ങളിൽ രോഗങ്ങൾ ഏതൊക്കെയാണ്? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. അപ്പം നെൽച്ചെടിയിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്ലൈറ്റ് രോഗം. ആർക്കാണ് ഉണ്ടാകുന്നത്? നെൽച്ചെടിക്ക് ഉണ്ടാകുന്ന രോഗം. ഇനി വഴുതനയ്ക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വാട്ടരോഗം. വഴുതനയിലെ രോഗമാണ് വാട്ടരോഗം. ഇത് രണ്ടും എങ്ങനെ ഉണ്ടാകുന്നതാണ്? ബാക്ടീരിയയിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗവും. രണ്ടും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനി പയറ്, മരിച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം. അപ്പോൾ പയർ ചെടിയുണ്ട്, അതുപോലെ മരിച്ചീനിയുണ്ട്. ഇവയിലെ രോഗമാണ് മൊസൈക്ക് എന്ന് പറയുന്നത്. ഈ പയർ ചെടിയിലും അതുപോലെ നമ്മുടെ മൊസൈക്ക് രോഗം ആർക്കാണുള്ളത്? മൊസൈക്ക് രോഗം വരുന്നത് പയറിനും മരിച്ചീനിക്കും വരുന്നതാണ് മൊസൈക്ക് രോഗം. ഇനി വാഴയിലയിലെ ഒരു രോഗമുണ്ട്, അതേതാണ്? കുറുനാമ്പ് രോഗം. വാഴയിലയ്ക്ക് ഉണ്ടാകുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം. ഇതെന്ത് ചെയ്യുന്നു? ഇത് വൈറസ് മൂലമുണ്ടാകുന്നൊരു രോഗമാണ് കുറുനാമ്പ് രോഗവും. അതായത് നമ്മുടെ മൊസൈക്ക് രോഗവും അതുപോലെ കുറുനാമ്പ് രോഗവും എങ്ങനെയുള്ള രോഗമാണ്? അത് വൈറസ് രോഗമാണ്. പയറ്, മരിച്ചീനി എന്നിവയ്ക്കാണ് മൊസൈക്ക് രോഗമുണ്ടാകുന്നത്. അതുപോലെ വാഴയില ഉണ്ടാകുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം. ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാകുന്നു? വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പറയുന്നത് കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തെക്കുറിച്ചാണ്. അതുപോലെ തെങ്ങിൻ്റെ കൂമ്പുചീയൽ. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ എന്നിവ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ്? നമ്മുടെ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, അതുപോലെ തെങ്ങിൻ്റെ കൂമ്പുചീയൽ, ഇവ എങ്ങനെയുള്ള രോഗങ്ങളാണ്? ഫംഗസ് മൂലമുണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഇനി ജന്തുരോഗങ്ങളുണ്ട്. ആന്ത്രാക്സ്, അകിട് വീക്കം, ഇതൊക്കെ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ജന്തുരോഗങ്ങളാണ്. ആന്ത്രാക്സ്, അകിട് വീക്കം ഇതെങ്ങനെയാണ്? ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ആന്ത്രാക്സും അകിട് വീക്കവും ബാക്ടീരിയ മൂലമുണ്ടാകുന്നു. കുളമ്പ് രോഗം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം. അപ്പോൾ ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവ ബാക്ടീരിയ മൂലവും കുളമ്പ് രോഗം വൈറസ് മൂലവും ഉണ്ടാകുന്ന രോഗങ്ങളാണ്.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ 1-2 പ്രാവശ്യം കാണുക. പിന്നെ മെയിൻ പോയിന്റുകളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു.